സോ വൈ ദ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്? എന്തിന് ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്, എന്തുകൊണ്ട്, അതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. എന്തിന് വൈ ദ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ദ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യം ആലോചിക്കുക, എങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നു, വൈ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഐ ഹാവ് ടു ലേൺ ദ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്, ഞാൻ എന്തിന് ഈ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിക്കണം, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് അതിലുള്ള സജഷൻ. ഓക്കെ, റെഡി? ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങൾ കഴിയുന്നതും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യുമ്പം നിങ്ങളുടെ മൈക്കുകൾ ഓൺ ആക്കുകയും നിങ്ങളുടെ ഇന്ററാക്ഷൻ കഴിഞ്ഞാൽ മൈക്കുകൾ ഓഫ് ആക്കുകയും വേണം, അല്ലെങ്കിൽ അത് പ്രയാസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലേണിംഗ് ഇഷ്യൂസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത്, ലേണിംഗ് ഇഷ്യൂസ് എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്, ലേണിംഗ് ഇഷ്യൂ എങ്ങനെയാണ് ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയും ഒരു നാടിൻ്റെയും ഒക്കെ പ്രശ്നമായി മാറുന്നത്, ലേണിംഗ് ഇഷ്യൂസ് എങ്ങനെയാണ് ഡ്രഗ്സിലേക്ക് കൊണ്ടുപോകുന്നത്, ലേണിംഗ് ഇഷ്യൂസ് എങ്ങനെയാണ് പഠന വൈകല്യത്തിന്റെ ഒരു മേഖലയാണ് ലേണിംഗ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ. അത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണോ അല്ലേ, എങ്ങനെയാണ് ഇതിന്റെ ഇന്റർവെൻഷൻ, ഞാൻ എന്തിനാ ഇപ്പൊ ഇത് പഠിക്കേണ്ട ആവശ്യം? ഇപ്പൊ ജനറലി നമുക്ക് അറിയുന്ന കാര്യമാണ്, ഞാനൊരു വീട്ടമ്മയാണ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യം? ഒരാളൊരു കോഴ്സ് എടുക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ഫാമിലി ഏതെങ്കിലും മെമ്പേഴ്സിന് അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനത് പഠിക്കാൻ തീരുമാനിക്കാം. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പുതിയൊരു സംഭവം, ഒരു ലേണിംഗ് ഇഷ്യൂ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ രണ്ടാമത് കാരണമായി മാറുന്നത് എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് രണ്ടാമത് പഠിക്കുക. മൂന്നാമത് ഒരാൾ പഠിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ പേഴ്സണൽ നീഡും അല്ലാത്ത രീതി വരികയാണെന്നെങ്കിൽ സമൂഹത്തിന് സോഷ്യൽ മേഖലയിലേക്ക് എങ്ങനെ, എനിക്ക് സൊസൈറ്റിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ മൂന്ന് ആവശ്യങ്ങൾക്കാണ് നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് സൈക്കോളജി റിലേറ്റ് ചെയ്ത കോഴ്സുകൾ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഐദർ ഫോർ ജോബ് ഓർ ഫോർ സോഷ്യൽ സർവീസ് ഓർ ദെയർ നീഡ്, എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ ഇഷ്യൂസ് ക്ലിയർ ആക്കാൻ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജോലി ഇതെടുക്കുക. Am I right? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഓക്കെ. നാലാമത്തെ ഒരു കമ്പൽഷൻ ഉണ്ട് കേട്ടോ, അത് നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. ബൈ ചാൻസ് ബൈ ചോയ്സ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എന്താ ചെയ്യാ, ഈ എന്താ ചെയ്യുന്നത്, ഞാനും ചെയ്യാം. ഇതാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ നാലാമത്തെ ഓപ്ഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന കുട്ടികളാണ് അങ്ങനെ എടുക്കാറുള്ളത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ടീച്ചറാണെന്ന് വിചാരിക്കുക, നീഡ്, എന്തിനാണ് ഇത് നീഡ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ അസസ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് മനസ്സിലാലോചിക്കാം. എൻ്റെ മുമ്പിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ സാറ് പറയുന്നു ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ കുട്ടിയിൽ വരാം, ഭാവിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുട്ടിക്ക് സംഭവിക്കാം. കാരണം കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന എല്ലാ ട്രോമാസും എല്ലാ റെക്കഗ്നിഷൻ ഇല്ലായ്മയും ഒക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാം. സോ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന്. രണ്ടാമത്, ഞാൻ അത് അസസ് ചെയ്യാൻ ഞാൻ പഠിക്കണം. കാരണം ഞാൻ അമ്മയായിക്കോട്ടെ, ഞാനൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഞാനൊരു ടീച്ചർ ആയിക്കോട്ടെ, അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുട്ടിയുടെ ജീവിതത്തിലെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. Am I right? അല്ലേ? കാരണം ഞാൻ ഇന്ന് എൻ്റെ ഒരു അധ്യാപകനെ വിളിച്ചു, നമ്മുടെ കോൺവെക്കേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് സാറിനെ വിളിച്ചു. അപ്പൊ സാറ് പിന്നെ എന്നോട് സംസാരിച്ച് സാർ എന്നോട് പറഞ്ഞു, എനിക്ക് അറിയുന്നു നീയൊക്കെ പണ്ടേ ഉഷാറാവുമെന്ന് എനിക്ക് അറിയണടാ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന്റെ ഒരു പെർസെപ്ഷനിൽ നമ്മുടെ അന്നൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ആവറേജ് എന്നേ പറയാൻ പറ്റില്ല, എൻ്റെ മേലോട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയ നമ്മളെ കുറിച്ച് സാറിന് ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം സാറിൻ്റെതായ ചില പല കൺസെപ്റ്റുകളും കാര്യങ്ങളും മുൻകൂട്ടി. പക്ഷെ സാർ അന്ന് തന്ന മോട്ടിവേഷനോ സാർ അന്ന് തന്ന നമുക്ക് നൽകിയ ഒരു പിന്നെ എന്താ പറയാ ലൈഫ് അടിപൊളിയാകും എന്നുള്ള ഒരു വാക്കോ, അല്ലെങ്കിൽ എടാ അത് ബർക്കത്തിന്റെ അടിയാന്ന് പറഞ്ഞ വിനയമാശേനി, ബർക്കത്തിന്റെ അടിയാന്ന് പറഞ്ഞ അടി അടിക്കും മാഷ്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കാം.
നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഇനി കറക്റ്റായിട്ട് കുറച്ച് നേരം നമ്മൾ പഠിക്കാൻ പോവാണ്. വൈ ഐ ഹാവ് ടു ലേൺ ദ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്താണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ലേണിംഗ് ഡിസബിലിറ്റിയും അസോസിയേറ്റ് ചെയ്ത കണ്ടീഷൻസ് എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇഫ് യു വാണ്ട് ടു ലേൺ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ്, ഇഫ് യു വാണ്ട് ടു ഗിവ് സം സോഷ്യൽ സർവീസ്, എല്ലാ സ്കൂളുകളിലും ഒരു 20-25% കുട്ടികൾ ലേണിംഗ് ഇഷ്യൂസ് ആണ്. ഇവിടെ എല്ലാം ആളുകൾ ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ ബാച്ചിൽ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ, എറണാകുളത്ത് നെഫ്ന അടക്കമുള്ള കുട്ടികൾ, അവർ ചെയ്യുന്ന സ്കൂളിൽ തന്നെ അവർക്ക് ജോബ് അപ്പോയിന്റ്മെന്റ് ചെയ്തു. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നീഡ് എ പേഴ്സൺ ഹു നോ റെമഡിയേഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം റെമഡിയേഷൻ എങ്ങനെ കൊടുക്കാം? നമ്മുടെ കുട്ടികൾ സൈക്കോളജിക്കലി ഡൗൺ ആകുമ്പോൾ ഒരു ഡീവിയേറ്റ് ചെയ്ത് പോകും, നമുക്കറിയാം. ആ കുട്ടികളുടെ പ്രോപ്പർ ചാനലിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വപ്നം, നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മൾ കാണുന്ന സ്വപ്നമുണ്ട് അല്ലെ. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഇൻ മൈൻഡ്, സോൾ ആൻഡ് ബോഡി എന്ന് ഗാന്ധി പറഞ്ഞൊരു വരികളുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ കൊണ്ട് അയാളുടെ മൈൻഡും സോളും ബോഡി എല്ലാം പരിശുദ്ധമായി മാറണം. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഡിപ്രഷനിലേക്ക് ആ കുട്ടികൾ പോകുന്നു, ആ കുട്ടികൾ ബിഹേവിയർ ഡിസോർഡേഴ്സിലേക്ക് കുട്ടികൾ പോകുന്നു, പല തരത്തിലുള്ള സൊമാറ്റിക് ഇൽനെസ്സിലേക്ക് കുട്ടികൾ പോകുന്നു. ഇങ്ങനെ ഒരുപാട് പ്രയാസത്തിലേക്ക് പോകുമ്പോൾ then now we are moving into learn what is learning disability and what are the things we can do with the learning disability, how I can become a remedial trainer, how I can become a father with the knowledge of remedial trainer, how I can become a mother I know with having the knowledge regarding the management techniques of learning disability എന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ as a teacher I have to learn the assessment pattern of learning disability and I have to help my children. എനിക്ക് ഒരു അമ്മയാണ് ഞാൻ, എനിക്ക് എൻ്റെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം ലേണിംഗ് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ. ഞാൻ ഒരു ടീച്ചറാണ്, എൻ്റെ മുമ്പിൽ 45 കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ 10% കുട്ടികൾക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. എനിക്കത് അറിയില്ല. എവറി ചൈൽഡ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും പറയുന്ന ഡയലോഗ്, ഓ മൈ ടീച്ചർ ടീച്ച് മീ ദ വേ വിച്ച് ഐ നോ, നോട്ട് ദ വേ വിച്ച് യു നോ. നിങ്ങൾക്ക് അറിയുന്ന രീതിയിലല്ല, എനിക്കറിയുന്ന രീതിയിൽ എന്നെ പഠിപ്പിക്കൂ എന്ന് പറയുന്ന കുട്ടികളോട് ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട്, ADHD എന്ന് പറയുന്ന അസോസിയേറ്റഡ് കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയുമ്പം നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജിക്കലി ബേസ്ഡ് പ്രോസസ്സിംഗ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ദാറ്റ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ദാറ്റ് കണക്ടിങ് വിത്ത് ഇറ്റ് ഇസ് ഇമ്പാക്ട് ഇൻ റീഡിംഗ്, റൈറ്റിംഗ്, മാത്സ് സ്കിൽ ആൻഡ് ഓഫൻ കോക്സിസ്റ്റ് അതർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിങ്ങിലായിരിക്കും അത് ബാധിക്കുക, റൈറ്റിങ്ങിലായിരിക്കും അത് ബാധിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് കണ്ടീഷൻസിനെ അത് ബാധിക്കും. പക്ഷെ ജനറലി we will focus only one thing. നമ്മൾ ഒറ്റ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഒരു കൊളോക്കിയൽ സാധാരണ ഒരു അമ്മ അതിനെ കാണുന്നത് എങ്ങനെയാ? how she is perceiving the condition of a person with learning issues. എങ്ങനെ കാണുന്നത്? എങ്ങനെ അമ്മ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂവിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ടീച്ചർ പറഞ്ഞു ഒന്നും പഠിക്കില്ല എന്ന് പറയും. എക്സാക്ട്ലി. എന്തിനാണ് മോനെ നീ ഒരു വസ്തു പഠിക്കില്ലല്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ അത് ഇസ്ന ഇബ്രാഹിം പറഞ്ഞ പോലെ മടിയാണെന്ന് പറയാം. മടിയാണ് എന്ന് പറയാം. പിന്നെന്ത് പറയാം? ഒന്ന് either you can type or you can say. രണ്ടും പറയാം. ആരോടും മിണ്ടില്ല, അതായത് കോണ്ടാക്ട് ഇല്ല, അതായത് ഒരു അങ്ങനത്തെ ഒരു കോണ്ടാക്ട് ഡിപ്പെൻഡ്സ് സിറ്റുവേഷൻ, ക്ലാസ് റൂം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കോണ്ടാക്ട്സ് കുറവുണ്ടാവുള്ളൂ. ചില കുട്ടികൾ നന്നായി ഒന്നും ശ്രദ്ധിക്കാത്ത കുട്ടിയാണെന്ന് പറയും. ഓക്കെ, എല്ലാവരും കഴിയുന്നതും ക്യാമറ ഓൺ ആക്കി വരാൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവനെ കൊണ്ട് സാധിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഹാജർ കുറെ കാലമായി ക്ലാസ്സിൽ കണ്ടിട്ട്. പിന്നെ മൊബൈലൊക്കെ ഭയങ്കര ഉഷാറാണ്, അവന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്താ മതി, ഭയങ്കര സ്കില്ലാന്ന് പറയും. വേറെ എല്ലാ സംഭവങ്ങളിലും ഓക്കെയാണ്, ഈ ഒരു സംഭവങ്ങളിൽ മാത്രം അയാൾ വളരെ ബാക്കിലാന്ന് പറയും. ഓക്കെ, ആം ഐ റൈറ്റ്? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്
നമ്മളെല്ലാവരും അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൗ വി ആർ പെർസീവിങ്, വാട്ട് ഈസ് അവർ പെർസെപ്ഷൻ റിഗാർഡിങ് എ ചൈൽഡ് വിത്ത് എ ലേണിംഗ് ഇഷ്യൂ. നമ്മൾ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. ആ കുട്ടിക്ക് മടിയാണ്, ലാസിനെസ് ആണ്, ഒരക്ഷരം വായിക്കില്ല, ഉള്ളത് മുഴുവൻ കാണാതെ പഠിക്കും. ചെറിയ മക്കളാകുമ്പോൾ മുഴുവൻ കാണാതെ പഠിക്കും. അച്ഛൻ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല, ഇന്നൊന്ന് എഴുതാൻ പറഞ്ഞാൽ എഴുതൂല, സ്വന്തമായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല. സി how we are perceiving, how the society is perceiving the child with the learning issues. He is lazy, അവൻ മടിയനാണ്, അവൻ മണ്ടനാണ്, ഈസ് എൻ ഇഡിയറ്റ് അല്ലേ, അവൻ മണ്ടനാണ്, പൊട്ടനാണ്. അവന്റെ കൂടെയുള്ള കുട്ടികൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെ. ദിസ് വിൽ ബി ദ പാറ്റേൺ ഓഫ് ദെയർ ആക്ഷൻ അല്ലെ, അവരുടെ ഒരു വേ ഓഫ് തോട്ട് അങ്ങനെയായിരിക്കും. സോ ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്, എത്രത്തോളാണ് ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് ആ കുട്ടിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. സോ നമ്മൾ വേറൊരു ലെവലിൽ ചിന്തിക്കുന്നു, ഇസ് എ ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് ചിന്തിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു പാറ്റേൺസിൽ തന്നെ മാറ്റം വരാണ്. റൈറ്റ് അല്ലേ? ഒരമ്മ മനസ്സിലാക്കുകയാണ് ഈ ലേണിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ പ്രയാസമാണ് എന്ന് കേട്ടാൽ നമുക്ക് കൂടുതൽ ടെൻഷൻ ആവും, അത് വേറെ കാര്യം അല്ലേ. അത് നമുക്ക് കൂടുതൽ എന്റെ കുട്ടിക്ക് ന്യൂറോളജിക്കലായിട്ട് എന്തോ പ്രശ്നമാണോ എന്ന് പറയുന്ന അമ്മമാരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു പാറ്റേണിൽ നമ്മൾ നോക്കുമ്പോൾ അമ്മ ഒരു ഭാഗത്ത് ടെൻഷൻ ആവും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. നേരെ മറിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം അത് വെറുതെ പറയായിരിക്കും. എനിക്ക് എന്ത് കുഴപ്പമുള്ളത്, എന്തിനാണ് കുഴപ്പമുള്ളത്, ഭക്ഷണം കഴിക്കാൻ കുഴപ്പമുണ്ടോ, പോകാൻ കുഴപ്പമുണ്ടോ, വണ്ടി ഓടിക്കാൻ കുഴപ്പമുണ്ടോ, ഒന്നിനും കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ പ്രശ്നം. സി അങ്ങനെ ലോജിക്കലി ചിന്തിക്കുക. അപ്പൊ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടിയുടെ മനസ്സിലാക്കാൻ അതറിയുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മുമ്പ് ഭാരതചന്ദ്രമേനോൻ പറഞ്ഞ മാതിരി എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകും. യു ഗെറ്റ് മീ? സി നമ്മളുടെ ആ ഒരു കുട്ടി അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? ഒരു കുട്ടി അനുഭവിക്കുന്ന പ്രയാസം. സി ദ വീഡിയോ. 1 second, let me share with the sounds. That goes for you as well, Ishan Avasti. Page 38, chapter 4, paragraph. കേൾക്കില്ലേ? Paragraph 3. Okay. Can I have your attention, Ishan? Ishan! I said page 38, chapter 4, paragraph 3. Read the first sentence and point out the adjectives. പേര് പിടിച്ച് വായിക്കാൻ പറയുന്നു. Page 38, Ishan. Adit Labba, just help the boy. പറഞ്ഞു കൊടുക്കുന്നു. കൂടെയുള്ള കുട്ടി പേജ് നമ്പർ വായിച്ചു കൊടുക്കുന്നു. Come on, the rest of you, look into your books. Read the first sentence and tell me what the adjectives are. Okay, come on. Let's all mark the adjectives together. Just read the sentence for me. Just read the sentence, Ishan. ये तो नाच रहे. Silence. Speak in English. The letters are dancing. They're dancing, are they? Okay, then read the dancing letters. Trying to be funny? Read the sentence loud and proper. പ്രഷർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുക ഭയങ്കര. I said loud and proper, Ishan. Loud and proper. Loud and proper. Stop it. Enough is enough. Get out. Get out of my class. ടീച്ചർ വളരെ മനോഹരമായി കുട്ടിയെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. You want to leave as well? Who is laughing here? Who wants to follow him? I don't want to hear a titter in my കുട്ടികളെ class. മുമ്പിൽ വെച്ചിട്ടൊന്ന് Look at your books. പറഞ്ഞയച്ചു കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണോ? Shameless boy. Open your books now.
Who's going to tell me what the adjectives are? I don't want a sound from this class. Yes. എന്തൊക്കെയോ നേടിയെടുത്ത ഒരു Come on. സംഭവം. Has everybody opened to page 38? Yes. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? യെസ്. ശരിക്കും ആ കുട്ടി അനുഭവിക്കുന്ന ഒരു പ്രയാസം, ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എത്രത്തോളായിരിക്കും? നമ്മളെ കുട്ടികളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്സില് നമ്മൾ കണ്ടതും നമ്മൾ കാണാത്തതുമായിട്ട് എന്തെല്ലോ ഉണ്ട്. ഒരു മനുഷ്യന്റെ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയാണ്, ഒരു മനുഷ്യന്റെ, നമ്മളെ കുട്ടികള്, നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളിനോട് വിളിച്ചു ചോദിച്ചു, സാറേ 6 വയസ്സുള്ള, ഇന്നിപ്പോ കണ്ടൊരു കേസാണ്, 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. 6 വയസ്സ് പിന്നെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാവോ സാറേ? അപ്പൊ എന്തേ കാര്യം? അവന് പിന്നെ ഇപ്പൊ കുറച്ച് പിന്നെ ജൂലൈ 17 മുതൽ ഭക്ഷണം കഴിച്ചാൽ കംപ്ലീറ്റ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നിൽക്കുന്നില്ല, കംപ്ലീറ്റ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോ മരട്ടോ, ഭക്ഷണം കഴിച്ചാൽ ഇപ്പൊ കംപ്ലീറ്റ് ഛർദ്ദിക്കുന്നു. അങ്ങനെ ഇവർ ഒരുപാട് ഏരിയകൾ ഇങ്ങനെ പോയി നോക്കുകയാണ്, എവിടെ പല തരത്തിലുള്ള ചികിത്സകളും ചെയ്തു. വൊമിറ്റ് ചെയ്യാൻ ഫുഡ് നല്ലോണം കഴിക്കും കേട്ടോ, ഫുഡ് കഴിക്കും, അതേപോലെ വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി ഇന്ന് ഞാൻ ആ കുട്ടിനെ കണ്ടു. ഇന്ന് കുട്ടിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് അസുഖമുണ്ട്. കുട്ടിയുടെ അസുഖത്തിന്റെ പേരാണ് എനിസേ ടെൻഷനാണോ? ടെൻഷനാണ്, പിന്നെ സ്ട്രെസ്, പിന്നെ IBS ആണോ? ഈ IBS എന്താ? എനിക്ക് ഫുൾ ഫോം അറിയും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അല്ല, പിന്നെന്താ? സോമാറ്റിക് സിംറ്റം ആയിരിക്കും. സൊമാറ്റിക് സിംറ്റം ആണ്. പക്ഷേ ആ കുട്ടിക്കുള്ള, ഞാൻ മാറ്ററിലേക്ക് വരാം. ആ കുട്ടിക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുളീമിയ നെർവോസയാണ്. ഞങ്ങൾക്കറിയാം ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബുളീമിയ നെർവോസ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഈറ്റിംഗ് ഡിസോർഡറിനെ സംബന്ധിച്ചിടത്തോളം ആ ഡിസോർഡറിലെ കുട്ടികൾക്ക്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഒരു ടീച്ചറാണെങ്കിലും ഒരു മെന്റർ ആണെങ്കിലും ഒരു അമ്മയാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും കൗൺസിലിംഗ് കോഴ്സസ് പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയാം. അതിന്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് നല്ലോണം ധാരണ വേണം. ഈ കുട്ടി ചെറുപ്പത്തിൽ നല്ല തടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് തടിയുണ്ട്, കുട്ടി അതിന് അസോസിയേറ്റഡ് കണ്ടീഷൻ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട്. കുട്ടിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല. കുട്ടി ഇപ്പൊ 6ാം ക്ലാസ്സിൽ എത്തി, പക്ഷെ ഇംഗ്ലീഷ് എഴുതാനൊന്നും അറിയില്ല. അപ്പൊ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രെസ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത്. രണ്ടാമതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ തടി ഉള്ളതുകൊണ്ട് എല്ലാവരും ഇടാ തടിയാ എന്നൊക്കെ പറഞ്ഞ ടൈറ്റ് പേരൊക്കെ വിളിക്കും. അപ്പം 1-2 ടൈറ്റ് പേരും സിമ്പിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തോട് കൂടിയിട്ട് ഇവന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു മേഖലയിൽ രക്ഷപ്പെടണോ, ഐദർ ഹി ഹാവ് ടു ഓവർകം വിത്ത് ഹിസ് സ്റ്റഡീസ് ഓർ ഹി ഹാസ് ടു ഓവർകം വിത്ത് ഹിസ് ഫാറ്റി, അല്ലെ, ഒബിസിറ്റി മാനേജ് ചെയ്യണം. അപ്പൊ അവന് മാനിപ്പുലേറ്റ് ചെയ്ത് വൊമിറ്റിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിങ്ങനെ മാനിപ്പുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർ അതങ്ങ് സ്വീകരിക്കും. നിങ്ങൾക്കറിയാം, ഈ ചില ആളുകൾ ഡയറ്റ് ചെയ്യും, അല്ലെ, അഡോളസെന്റ് ആയ കുട്ടികള് ഡയറ്റ് പ്ലാൻ എടുക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഡയറ്റ് പ്ലാൻ ശീലിക്കുക. അവർക്ക് പെട്ടെന്ന് തടി ഒന്ന് മെലിയാൻ വേണ്ടിയിട്ട് ചില ഡയറ്റ് പ്ലാൻ ഒക്കെ സ്വീകരിച്ചു കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കുട്ടി 6 മാസം ഡയറ്റ് പ്ലാൻ ഒക്കെ സ്വീകരിച്ചു. ഇപ്പോഴത്തെ അയാളെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഒരു കാര്യം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വേണ്ട. ആ കുട്ടി മനഃപൂർവ്വം വേണ്ടാന്ന് പറയില്ല, വിശപ്പ് വരുന്നില്ല. അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണമാണത്. അതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു പ്രകൃതം ഉണ്ട്, അതിനെ പിടിച്ച് കളിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി കണക്ട് ചെയ്താലും ഇഷ്യൂസ് വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നേക്കാം, വരുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, വന്നേക്കാം. നമുക്ക് അറിയണ്ടേ എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ കണ്ട ആ ലേഡി ആ കുട്ടിയുമായിട്ട് പാവങ്ങളെ, ഇനി പോകുമ്പോൾ സ്ഥലങ്ങളൊന്നുമില്ല,
ഒരുപാട് പല പല പിന്നെ ഡോക്ടേഴ്സിനെയും മാറി മാറി ചിലപ്പോൾ ചില സമയത്ത് ആ ഡോക്ടർക്ക് അതാണെന്നുള്ളത് വേറെ എന്തെങ്കിലും ലക്ഷണമുള്ള സമയത്ത് കാണിച്ചിട്ടുണ്ടാവും. ബുളീമിയ എന്ന് പെട്ടെന്ന് റീഡ് ചെയ്തിട്ടില്ല, ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പോൾ സൈക്കോളജി റിലേറ്റ് ചെയ്ത ഒരാളെ കാണിക്കുമ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സൈക്കാട്രി റിലേറ്റ് ചെയ്ത ആൾ കണക്ട് ചെയ്യുമ്പോഴാണ് കണക്ട് ചെയ്യാൻ പറ്റുക. എന്നൊരു വിവരം നമ്മുടെ ഉള്ളിൽ വേണ്ടേ? നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നു, നമ്മൾ എന്തെല്ലാം വിജ്ഞാനങ്ങൾ നമ്മൾ പല രീതിയിൽ ഇപ്പൊ വിജ്ഞാനം നേടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും യൂട്യൂബ് വിജ്ഞാനങ്ങളാണ് കൂടുതൽ നേടുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. മനസ്സിലായോ? യൂട്യൂബിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ആങ്സൈറ്റി കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ ജനറൽ ആയിട്ട് ഇൻഫർമേഷൻ അറിയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടാവും, അറിയാത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് ആദ്യം തീരുമാനിക്കുക എന്താ ഇഷ്യൂ എന്നുള്ളത്. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇത് നോക്കിയാണ്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുള്ള കാലഘട്ടമാണ് നമ്മളുടെ, പ്രത്യേകിച്ച് രക്ഷിതാക്കളും കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട്, അതിന് ഒരു ഭാഗത്ത് മാനേജ് ചെയ്യണം. ഓക്കെ, ആ കുട്ടിക്ക് ബുളിമിയ നെർവോസ വന്ന ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയോ ക്യാഷ് പല കാര്യങ്ങൾക്കും മുടക്കുമ്പോൾ ഒരു സൈക്കോളജി റിലേറ്റ് ചെയ്തൊരു സംഭവം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ അവർക്ക് ഇന്ന് തോന്നിയത് കൊണ്ട് അവർ ഡയഗ്നോസ് ചെയ്തു. ഞാൻ നേരെ റെഫർ ചെയ്തു. ഇതേപോലെ ഒരു കേസ് 2016 വന്ന എനിക്ക് ഓർമ്മ. 2 വർഷം ആ കുട്ടി, എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായി. 2 വർഷം പല ഹോസ്പിറ്റലുകളും പോയിട്ടും അന്ന് നമ്മുടെ യാസർ ഡോക്ടറാണ് എനിക്ക് റെഫർ ചെയ്ത ആ കുട്ടിയെ. സാറിന് ഓർമ്മ ഉണ്ടായിരിക്കും. പിന്നെ എന്നെ റെഫർ ചെയ്ത് DMS ഞാൻ നോക്കുന്ന സമയത്ത് ഇതേ കേസ് ബുളിമിയ നെർവോസ കണ്ടു. ആ കുട്ടിയെ ഞാൻ നേരെ സൈക്കാട്രി ഡോക്ടർ ബഷീർ സാറിന് റെഫർ ചെയ്തു. സാർ നോക്കി 2 വീക്സ് മെഡിസിൻ കൊടുത്തപ്പോഴേക്കും ആ വോമിറ്റിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ആ കുട്ടിയെ ഞാൻ കാണുന്ന സമയത്ത് കുട്ടിയുടെ സ്കിന്ന് കംപ്ലീറ്റ് എന്തായിരുന്നു, ഈ പ്രായമുള്ള ആളുകളുടെ സ്കിന്ന് പോലെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് കുട്ടികളെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ്, അവരുടെ സംബന്ധിച്ചുള്ള പ്രോബ്ലംസ്, അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കുറിച്ചുള്ള ഐഡിയ ഇത് നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ലേണിംഗ് ഇഷ്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് നമ്മൾ കണ്ട ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പം റീഡിങ്ങിലുള്ള ഇഷ്യൂ ആയിരിക്കാം, റൈറ്റിങ്ങിലുള്ള ഇഷ്യൂ ആയിരിക്കാം, അരിത്തമെറ്റിക്കൽ ഇഷ്യൂ ആയിരിക്കാം, വേറെ ഏത് ഇഷ്യൂസും ആയിരിക്കാം. ഇഷ്യൂസ് മേ ബി ഡിഫറെന്റ് ആസ് പെർ ദി കണ്ടീഷൻസ്. 1 second. നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂസിനെ ഹൗ വി ക്യാൻ മാനേജ് ദ ലേണിംഗ് ഇഷ്യൂ റിഗാർഡിംഗ് ദി ചിൽഡ്രൻ. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ആദ്യം നമ്മുടെ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ റീഡിങ് ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ട് അല്ലെ, റീഡിങ് റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് മക്കളുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി കംപ്ലീറ്റ് കാണാതെ പഠിക്കാൻ കുട്ടിക്ക് കഴിയും, പക്ഷെ കുട്ടിക്ക് വായിക്കാൻ കഴിയില്ല. ഇതെന്താ മോനെ അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കിട്ടൂല, പറയാൻ കഴിയില്ല, കുട്ടി സ്റ്റക്കായി നിൽക്കും. അതേ കുട്ടി ബാക്കിയുള്ള ആളുകളുടെ, നിങ്ങൾ ഈ ലേണിംഗ് ഇഷ്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ റീഡിങ് ഇഷ്യൂസ് ഉള്ള കുട്ടി നേരത്തെ നിങ്ങൾ കണ്ട ഡിസ്ലെക്സിക് ആയ കുട്ടിയാണ്. ആ കുട്ടി എന്ന് പറയാൻ കാരണം ആ സിറ്റുവേഷൻസ് അത്രയും ആളുകൾ ലൗഡ് ആൻഡ് പ്രോപ്പർ എന്ന് പറയുമ്പോൾ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഈ പുറത്തോട്ട് റിയാക്ട് ചെയ്യുക എങ്ങനെയെങ്കിലും ഒന്ന്. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു കേസ് വരും, ഇതിലിപ്പം ഒരുപാട് ഡോക്ടേഴ്സ് ജോയിൻ ചെയ്തതായി ഞാൻ കണ്ടു. അതേപോലെ നമ്മുടെ സൈക്കോളജി കോഴ്സ് കഴിഞ്ഞ കുട്ടികളുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി. വളരെയധികം സന്തോഷം എല്ലാവരും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ ഞാൻ B.Ed പഠിപ്പിച്ച ദീപനെ ഞാൻ കണ്ടു. അങ്ങനെ വീഡിയോ ഉള്ള ആൾക്കാരെയും കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവരും അപ്പുറത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസിനെ ശരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ റീഡിങ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവന് കാണാതെ പഠിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എല്ലാവരും പറയും കാണാതൊക്കെ പഠിക്കുക, അത് ഇങ്ങനെ അങ്ങനെ ഒരു ഭാഗത്ത് കുറ്റം പറയുന്നു. ഇനി ഈ ഇപ്പൊ നേരത്തെ കണ്ട വീഡിയോയിൽ ആ കുട്ടി ബ്ലാ 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 എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയാം നിങ്ങൾ? അഭിമാനം എന്നുള്ളതാണ്. റൈറ്റ് അല്ലേ? ആ എല്ലാവർക്കും നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, എല്ലാ കുട്ടികൾക്കും അഭിമാനമുണ്ട്. ആ കുട്ടികളെ പബ്ലിക്കായിട്ട് അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടൂല എന്ന് പറയാനുള്ള പ്രയാസം കൊണ്ടാണ് കുട്ടി ഒന്ന് ഡീൽ ചെയ്യാൻ ശ്രമം നടത്തുന്നത്. നമ്പർ 1. നമ്പർ 2, ഈ കുട്ടികളുടെ ചിലപ്പോൾ റീഡിങ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പൊ അമ്മ മനസ്സിലാക്കുക, റീഡിങ് ഇഷ്യൂ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. ഈ കേട്ടിരിക്കുന്ന എല്ലാവരും പാരന്റ്സിന് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ ഒരു ഇഷ്യൂ ആർക്കുണ്ട്, ലേണിംഗ് ഇഷ്യൂസ് കുട്ടികൾക്ക് ഉണ്ടാവാം. വാട്ട് ഐ ക്യാൻ ഡു, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾക്കല്ലേ ഒന്നുമില്ല, എൻ്റെ അപ്പുറത്തെ കുട്ടികളുടെ ഇപ്പുറത്തെ കുട്ടികളുടെ സ്കൂളിലെ കുട്ടികളുടെ എത്ര സോഷ്യൽ സർവീസ് നിങ്ങൾക്ക് ചെയ്യാണ്ട് അറിയാം.
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്ത് സ്ലൈഡ് നിങ്ങൾ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് കുട്ടികൾക്ക്, റൈറ്റിംഗ് ഡിസബിലിറ്റി ഉണ്ട് അല്ലേ, ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ ഉണ്ട്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഇഷ്യൂസിൽ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരു സ്ഥലത്ത് പിന്നെ പരപ്പനങ്ങാടി ട്രെയിനിങ്ങിന് പോയപ്പം അവിടെ നമ്മുടെ സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ ഒരു പിന്നെ ഒരു മോളെ കുട്ടിയുണ്ട്, എല്ലാം വായിക്കൊക്കെ ചെയ്യും, പക്ഷെ അവന് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഹോംവർക്ക് ഒക്കെ ചെയ്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതൂല, കരയും, അമ്മ എഴുതി കൊടുക്കണം എന്ന് പറയും എന്ന് പറയും. സി ആക്ച്വലി ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he want to learn everything, he want to write, but he can't write it due to a neurological developmental issue. നമ്മുടെ നെർവസ് സിസ്റ്റം ന്യൂറോളജിക്കൽ ആയിട്ട് ഇഷ്യൂ കാരണം ആ ഒരു വർക്കിംഗ് പ്രോപ്പറായി നടക്കുന്നില്ല. എഴുതാൻ വരക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും വരക്കാൻ പറ്റുന്നില്ല. ഡു യു ഗെറ്റ് മീ? ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെ അളവ് എന്താ? നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന എത്ര റിസ്ക് ഉണ്ടായിരിക്കും. റൈറ്റ് അല്ലേ? നമ്മുടെ വിഷമങ്ങൾ അറിയാൻ നമ്മോട് പെരുമാറുമ്പോൾ ഇപ്പൊ റീഡിങ്, റൈറ്റിംഗ്, ഇനി അരിത്തമെറ്റിക് മാത്സ്. ചില കുട്ടികൾ മാത്സിൽ അടിപൊളിയായിരിക്കും, വേറെയുള്ള വിഷയങ്ങളിൽ ബാക്കിലായിരിക്കും. ചില കുട്ടികൾ ബാക്കി എല്ലാത്തിലും ഒക്കെ. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പ്രയാസം തോന്നുന്ന ആൾക്കാരുണ്ട്. ഇനി അതൊരു ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്സ് 1-to-1 കോംപ്രിഹെൻഷൻ ലെവൽ ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തുമ്പോൾ തന്നെ നമ്മൾക്ക് ആ കുട്ടിക്ക് ഡിസ്ക്രിമിനേറ്റീവ് പവർ കുട്ടിക്കുണ്ടോ, പെർസെപ്ഷൻ പവർ കുട്ടിക്കുണ്ടോ, പിന്നെ കമ്പാരറ്റീവ് നോക്കാൻ കുട്ടിക്ക് വേണ്ടോ, കോംപ്രിഹെൻഷൻ ലെവൽ കുട്ടിക്ക് പറയുന്നുണ്ട്, ചോദ്യം ഒരു പാസേജ് കൊടുത്തിട്ട് അതിന് എടുത്ത് കുട്ടിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടിക്ക് ലേണിംഗ് ഇഷ്യൂസിനെ എങ്ങനെ നമ്മൾ ഇപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്കലി കാൽക്കുലേഷൻസ് ഭയങ്കര ഇഷ്യൂസ്. കാൽക്കുലേഷൻസ് എത്ര നോക്കിക്കഴിഞ്ഞാലും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാൽക്കുലേഷൻസ് പ്രോപ്പറായിട്ട് പോകുന്നില്ല. 5+4 വിരലിലൊക്കെ കൂടുമ്പോൾ 5 കൺഫ്യൂഷൻ ഭയങ്കര കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ സിമ്പിൾസ് അറിയില്ല, കൂട്ടണം, കുറക്കണം, മരിക്കണം, ഈ സിമ്പിൾസ് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂസ് സ്റ്റേറ്റ് വരും. അപ്പൊ കുട്ടിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. എന്താണോ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് ആ പുസ്തകം കുട്ടിക്ക് ഉറപ്പില്ല. ഈവനിങ്ങിൽ എന്താണോ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആ പുസ്തകം കുട്ടിയെ ഒരിക്കലും തുറക്കില്ല. വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂടാവുന്നല്ലാതെ, നിങ്ങൾ നോക്ക്, ആദ്യം നിങ്ങൾ ദേഷ്യപ്പെടും, അവൻ പുസ്തകം തുറന്നിരിക്കും. പിന്നെയും നിങ്ങൾ ദേഷ്യപ്പെടും, പിന്നെയും അവൻ പുസ്തകം തുറന്നിരിക്കും. പിന്നെയും നിങ്ങൾ അവന്റെ വായിച്ചത് നോക്കും, അപ്പം അവനക്കൊന്നും പറയാൻ കിട്ടില്ല, അപ്പൊ 2 അടി കൊടുക്കും. പിന്നെ അവൻ അടിയുടെ പേടി നഷ്ടപ്പെടും. അടിയുടെ പേടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയും, നിങ്ങൾ അടിച്ചോളൂ, ഞാൻ വായിക്കുന്നില്ല എന്ന് പറയും, അല്ലേ? പിന്നെ നിങ്ങൾ നിസ്സഹായനാണ്. am I right? പിന്നെ അവന്റെ റെസ്പോൺസ് എങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിക്കുന്നില്ല, എനിക്ക് ഇത് നടക്കില്ല, ഞാൻ വായിക്കുന്നൊന്നുമില്ല, എനിക്ക് ഇതൊക്കെ മതി എന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, വായിക്കില്ല, പഠിക്കില്ല. അങ്ങനെ ആകുമ്പോൾ അവന്റെ സെൽഫ് എസ്റ്റീം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയോ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് ചെറുപ്പം മുതൽ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടായ കാരണത്താൽ എനിക്ക് ഒരു അപ്രീസിയേഷൻ എവിടെ നിന്ന് കിട്ടിയില്ല. അമ്മന്റെ വക അമ്മ ഒരുപാട് ചീത്ത പറയും, അച്ഛൻ എന്നോട് പറയും, നിന്റെ കാര്യം എന്നോട് പറയണടാ, നീ വിഷയം എന്നോട് വേണ്ടടാ പറഞ്ഞാൽ അച്ഛൻ ചൂടായിക്കൊണ്ടിരിക്കും. ടീച്ചർ പറയും, നീ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ മാറ്റണം ഇട്ടോളാം, വെറുതെ ഇവിടെ ഒരു അമ്മക്കും അച്ഛനും പൈസ ചെലവാക്കാൻ വേണ്ടി വരുന്നത്. ശരിക്കും എൻ്റെ വിഷമം ആരും കണ്ടില്ല. ഞാൻ 8ാം ക്ലാസ് എത്തിയ സമയത്ത് സ്കൂളിന്റെ ബാക്കിൽ നിന്ന് കുറച്ച് കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ദിവസം സ്പെഷ്യൽ ക്ലാസ്സുള്ള ദിവസം വൈകുന്നേരം വന്നിട്ട് ഒന്ന് സിഗരറ്റ് വലിച്ചു. ഞാൻ 2 സിഗരറ്റ് ഒരുമിച്ച് വലിച്ചു. അപ്പൊ എല്ലാവരും വാവ് മോനെ എന്ന് പറഞ്ഞ ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ. സോ ഐ കണ്ടിന്യൂഡ്. ഞാൻ അതിൽ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്താൻ തുടങ്ങി. 2 സിഗരറ്റ് 3 ആയി, 3, 4 ആക്കി, 4, 5 ആക്കി ഒരുമിച്ച് ഇങ്ങനെ വലിച്ച് ഞാൻ കാണിച്ചു കൊടുത്ത് അപ്രീസിയേഷൻ കിട്ടി. പിന്നെ ഒരു +1 ഒക്കെ എത്തിയ സമയത്ത് എനിക്ക് ഇച്ചിരി കൂടി ഹയർ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനിത് കഞ്ചാവൊക്കെയാണ് കിട്ടിയത്. സാറേ വലിയ സംഭവം നാച്ചുറൽ ഹെർബലാണ്. എന്താ പറഞ്ഞേ? നാച്ചുറൽ ഹെർബലാണ് സംഭവം. കഞ്ചാവിനെ കുറിച്ച് പറയാം, അത്രയും നാച്ചുറൽ ഹെർബലാണ്. അപ്പം പ്രശ്നമൊന്നുമില്ല, ഞാൻ എടുത്തു. എന്നിട്ട് ഇപ്പൊ എന്താ വരാൻ കാരണം, എനിക്ക് ഇപ്പൊ ഞാനൊരു ഡിഗ്രി, അയാള് ഇപ്പം ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചെറിയൊരു ക്രഷ് ഒക്കെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്.
അവള് +2 സയൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഈ ലഹരികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അവളോട് ഓപ്പണായി പറഞ്ഞു, ഞാനിങ്ങനെ ചെറിയ കഞ്ചാവൊക്കെ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ എന്നോട് അവൾ പറഞ്ഞു അത് നമ്മളെ ന്യൂറോ കെമിക്കൽസ് ഒക്കെ ഭയങ്കര പ്രശ്നം വരും, മാനസിക രോഗങ്ങൾ വരും, അതുകൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, അത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് സാറടുത്ത് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവന് അതിലേക്ക് പോകാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. അഡോളസന്റ് സ്റ്റേജിൽ ദേ നീഡ് ആൻ ഐഡന്റിറ്റി ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആളുകളുടെ ഇടയിൽ ആളാവാൻ എന്താണോ ചെയ്യേണ്ടത് ദേ വിൽ ഡു ഇറ്റ്. ആം ഐ റൈറ്റ്? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അബ്രഹാം മാസ്ലോവിന്റെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഹ്യൂമൻ മൈൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഹിസ് ഫിസിയോളജിക്കൽ നീഡ് ആൻഡ് സേഫ്റ്റി നീഡ് ആൻഡ് ലവ് ആൻഡ് ബിലോങ്നെസ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾ എവിടെ എത്തുള്ളൂ, നിങ്ങൾ സെൽഫ് എസ്റ്റീമിൽ എത്തുള്ളൂ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എസ്റ്റീമിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല. ഫിസിയോളജിക്കൽ നീഡ് ഫുൾഫിൽ ആക്കി കൊടുക്കും, പക്ഷേ സൈക്കോളജിക്കൽ നീഡ്, ലവ്, കെയർ, ബിലോങ്ങിങ്നെസ്, സേഫ്റ്റി ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഈ വാക്കുകളും കുത്തുവാക്കും ഡയലോഗ്സും ഒക്കെ പറയുമ്പം വിഷമാവൂലേ, സങ്കടാവൂലേ, പിന്നെ എവിടെയാണോ ട്രാക്ക് കിട്ടുന്നത് അവിടെ ഓടി കയറൂലേ? ആം ഐ റൈറ്റ്? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലേണിംഗ് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 തരം ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ശരിക്കും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അസോസിയേറ്റഡ് ആയിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ, അസോസിയേറ്റഡ് കണ്ടീഷൻസ്. അപ്പോൾ അസോസിയേറ്റഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? നോക്കണേ, ആ വീഡിയോ ഒന്ന് കാണണേ. മാത്തമാറ്റിക്സ് ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ. ആ കുട്ടിയുടെ മൈൻഡ് എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു ആലോചിച്ചു. 3 into 9 ആ കുട്ടിക്ക് ഡിസ്ലെക്സിക് ആയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഈ സമയത്ത് കുട്ടിയെ മനസ്സിലുണ്ടാകുന്ന കുറെ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫാന്റസീസ് उसका मिशन सूरज से तीसरे प्लैनेट अर्थ को खींचकर सोलर सिस्टम के 9 प्लैनेट प्लूटो में इंटू कर देना है. 3 into 9 3 into 9 ആണ്. അപ്പൊ എന്താ എന്നുള്ളതാണ് അതിന്റെ മൈൻഡിൽ വർക്ക് ചെയ്യുന്നത്. कैप्टन निशान की वाले पकड़ को निकला देगा. बचा लियो. हाय जुपिटर, हाय सैटर्न, having fun, bye. अब 3-9 में इंटू होने जा रहा है. जवाब ढूंढ लिया. 3 into 9 का जवाब है 3. Time up. വളരെ അഭിമാനത്തോടു കൂടി എഴുതിയത് മുഴുവൻ ശരിയാണെന്നുള്ള വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ടുള്ളതെന്ന് നോക്കാം. ईशान कैसा था टेस्ट? ബിന്ദാസ്, അടിപൊളിയായിട്ടുണ്ട്. റൈറ്റ്. അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഇനി അടുത്ത വീഡിയോ ആണ് കാണണ്ടല്ലേ. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഇനി ഇതേ പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് ജസ്റ്റ് നോക്കാം. I was rather hoping you might have done something to help. You clearly don't read to your son. But I do read to him. Every night. I have done for years. Well, he's clearly not listening. But his vocabulary is amazing. He's bright. His classwork tells us otherwise.
No excuses for being lazy, Jones. I'm not lazy, miss. Then maybe you're just stupid. You do not spell finger Thingr. Even a 3-year-old could spell better than you. I tried to remember the words, miss. Well, clearly your brain stopped working. That's not all, Mrs. Jones. Your son is disruptive, violent. But he's constantly being bullied. It's you, boy. He looks so stupid, but he can't even spell his own name. Yeah, Michael, spelled M-I-C-A-L. Should change name to S-T-U-P-I-D. Stupid, 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 stupid. Your son is out of control. ചെറിയ അബ്യൂസസ് ഉണ്ടായിട്ടാണ് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്. ഫൈനലി എല്ലാ ഇഷ്യൂസും അബ്യൂസ് ചെയ്യുന്ന കുട്ടിയുടെ. I suggest you find another school, Mrs. Jones. Okay. Hello? പറഞ്ഞ ക്ലിയർ ആയോ? നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ലേണിംഗ്, ഈ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് ഇഷ്യൂസ് ഉണ്ട്, ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള അപ്പുറത്തേക്ക് ആ കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെ ഒരു ഇന്റൻസിറ്റിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ അറിയുന്നില്ല. അവരിപ്പോ നമ്മളൊരു കുട്ടി ഇന്റലക്ച്വലി ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ വേറെയുള്ള കുട്ടികൾ ആ കുട്ടിയെ എത്രയോ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് വരിക ആ കുട്ടി ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലേണിംഗ് ഇഷ്യൂസുള്ള കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. ആകെ ഒരു ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമ്മളെ കുട്ടികളെ പലപ്പോഴും സ്നേഹിക്കുന്നത് പോലും മാർക്ക് അടിസ്ഥാനത്തിൽ പോകുന്ന പല പേരൻസും ഉണ്ട്. എല്ലാവരും അങ്ങനെയെന്നല്ല പറഞ്ഞത്. അവിടെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിക്കേണ്ടത്. നിങ്ങൾ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്ന ആളുകളുണ്ട്, നിങ്ങളും ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾ PG സൈക്കോളജി കഴിഞ്ഞ ആളുകളുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സ് പഠിക്കണം. ഡോക്ടേഴ്സ് ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കണം. ഇതാ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിന്റെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ ലേണിംഗ് ഡിസബിലിറ്റിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. മാനേജ്മെന്റ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അതിന്റെ ഡിപ്ലോമ കോഴ്സും PG ഡിപ്ലോമ കോഴ്സും എല്ലാം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ വിഷയങ്ങളൊന്ന് പഠിക്കാൻ, ഈ അനുഭവിക്കുന്ന മാനേജ്മെന്റ്, അത് മാത്രമല്ല നമ്മുടെ ഒരു പ്രൊഫൈൽ തന്നെ മാറും. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രൊഫൈല്, കംപ്ലീറ്റ് പ്രൊഫൈലിൽ ഒരു മാറ്റം വരും. ഇന്നലെ വരെ നമ്മൾ കണ്ട ഒരു നമ്മളല്ല നാളെ മുതൽ നമ്മൾ നമ്മളെ കാണുന്നതും നമ്മുടെ വേറെയുള്ള ആളുകൾ നമ്മൾ കാണുന്നതും. ആം ഐ റൈറ്റ്? കാണുമല്ലേ? ഇവരെ മാനേജ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സയന്റിഫിക് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ പറയുന്ന കൗൺസിലിംഗിൽ അസസ്മെന്റ് നടക്കുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാനുണ്ട് മാനേജ്മെന്റ് ലെവലിലേക്ക് പോകുമ്പോൾ. ഇതിന് ലേണിംഗ് ഡിസബിലിറ്റി അസോസിയേറ്റ് ചെയ്തൊരു കണ്ടീഷൻ ഉണ്ട്, അതിന് നമ്മൾ ADHD എന്ന് പറയും. എന്ത് പറയും? അറ്റൻഷൻ ഡെഫിസിറ്റ് പറയും. അപ്പോൾ ഈ ലേണിംഗ് ചെറിയ കുട്ടികളിലൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രക്ഷിതാക്കളുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ മക്കള് അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതമുണ്ടെങ്കിൽ, തീരെ അടങ്ങിയിരിക്കുന്നില്ല, പ്രോപ്പറായിട്ട് അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളെ വരുന്നില്ല, കുട്ടിക്ക് ഇങ്ങനെ അടങ്ങിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നിൽ നിന്ന് അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് ഒന്നിലിരിക്കും, അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുമ്പോൾ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മിനിറ്റ് ഇരിക്കും, ചിലപ്പോൾ ഇരിക്കേയില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റൻഷൻ വർദ്ധിക്കാനുള്ള ചെറിയ ചെറിയ തെറാപ്യൂട്ടിക് വഴികൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻസിന്റെ അളവ് കൂട്ടുക? ഒരു ദിവസം 1 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ മതി. ഓരോ ദിവസങ്ങളും ഓരോ മിനിറ്റുകൾ, അത് പിന്നെ കൂട്ടി 2-3 മിനിറ്റ് ഒക്കെ ആക്കി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് 5 മിനിറ്റ് ഒരു ദിവസം വർക്കൗട്ട്, 50 മിനിറ്റ് കോൺസെൻട്രേറ്റഡ് ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. നിങ്ങൾക്കത് അറിയുമോ? അതാണ് അടുത്ത ചോദ്യം. കുട്ടിക്ക് ഡിസ്ലെക്സിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നു. റൈറ്റിംഗിൽ തീരെ പേന പിടിക്കുന്നില്ല, ഡിസ്ഗ്രാഫിക് ആയിട്ട് നിങ്ങൾ കാണുന്നു, പേന പിടിക്കുന്നില്ല,
പേന പ്രോപ്പർ അല്ല, ഹാൻഡ് തീരെ പ്രോപ്പർ അല്ലാത്ത രൂപത്തിൽ പോകുന്നു. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു 3 വയസ്സ് മുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് തെറാപ്പിയാണുള്ളത്? ഡു യു നോ? ചോദ്യമാണ്. There we need a professional help, അല്ലേ? അല്ലെങ്കിൽ there we need a professional knowledge. അവിടെയാണ് നമ്മുടെ കോഴ്സുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഒരു സംഭവമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇതിന് മാനേജ്മെന്റ് ടെക്നിക്സ് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനും മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മാനേജ്മെന്റ് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ്. എന്താണ് ഡിസബിലിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയാണ്. ഇന്റലിജൻസ് പറഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ ബുദ്ധി എത്ര ആയിരിക്കും? എന്തായിരിക്കും? നോർമൽ ആവോ, ബിലോ ആവോ? എന്താ അവസ്ഥ വരിക? ബിലോ എന്നാണ് അല്ലേ? വെരി ഗുഡ്. എന്ന് പറഞ്ഞാല് IQ എപ്പോഴും നോർമൽ ആയിരിക്കും. നേരെ മറിച്ച് IQ കുറവുള്ള കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റി വരാം. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ലേണിംഗ് ഇഷ്യൂസ് ഉള്ള എല്ലാ കുട്ടികൾക്കും IQ കുറവല്ല എന്നുള്ള സയന്റിഫിക് നോളജ് ആർക്ക് വേണം? രക്ഷിതാവിന് വേണം, കൗൺസിലർക്ക് വേണം, ടീച്ചർക്ക് വേണം, ട്രെയിനർക്ക് വേണം, നമുക്ക് എല്ലാവർക്കും വേണം. അപ്പോഴേ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടിയെയും നമ്മൾ ഒരിക്കലും മണ്ടാന്ന് വിളിക്കാതിരിക്കൂ. അവരനുഭവിക്കുന്ന സ്ട്രെസ് എത്ര ഉണ്ട് അറിയാം നമ്മൾ വിളിക്കുമ്പോൾ. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടി മണ്ടന്മാരല്ല, അവർക്ക് IQ വളരെ പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്. എന്നാൽ IQ കുറവുള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം. അപ്പൊ IQ 70 ആൻഡ് ബിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. ആ കാരണത്താലാണ് അവർക്ക് ഇഷ്യൂസ് ഉള്ളത്. അപ്പൊ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടികളിൽ ഇന്റർവെൻഷൻ സപ്പോർട്ട് സിസ്റ്റം, അത് നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം. കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടണം, റൈറ്റിംഗ്സിന്റെ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ വേണം, നമ്മുടെ സ്കില്ല്, പിന്നെ കൈയിന്റെ ന്യൂറോ മസ്കുലർ റെഡിനെസ്. ഡു യു നോ വാട്ട് വി ക്യാൻ ഡു ടു ഡെവലപ്പ് എ ന്യൂറോ മസ്കുലർ റെഡിനെസ്? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഡു യു ഗെറ്റ് മീ? റൈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു മൾട്ടി സെൻസറി ടീച്ചിങ് സ്ട്രാറ്റജീസ് എങ്ങനെ കൊടുക്കാം നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇതിന്റെ സ്പാർക്ക് ഇട്ട് തരാനേ കഴിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ യൂണിവേഴ്സൽ അക്കാദമിയിൽ അവസരമുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരാനേ കഴിയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഏരിയ കൊളാബറേഷൻ വിത്ത് പാരന്റ്. അത് ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഈസിലി ടു അണ്ടർസ്റ്റാൻഡ്. നോക്കൂ, നിങ്ങൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻസ് പാരന്റ്സിന് കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അർത്ഥം വെക്കുന്നത്? സൈക്കോ എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥം വെക്കുന്നത് ക്ലിയർ ആണോ? സൈക്കോ എഡ്യൂക്കേഷൻ മീൻസ് വി ആർ പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ education to knowledge parents. regarding a particular issue. That is known as psycho education. അപ്പോ അല്ലെങ്കിൽ നമ്മൾ സയന്റിഫിക് ഒരു ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സാധാ മനുഷ്യനാണെന്ന് വിചാരിക്കുക. സൈക്കോളജിസ്റ്റിന്റെ പിറകെ പോകണം. സാധാ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടിയെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ, നിങ്ങൾ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ പാരന്റ്സ് മീറ്റിങ്ങിന് പോയ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ടീച്ചർ എനിക്ക് എന്തോ ലേണിങ്ങിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ, എന്താ അറിയില്ല, തീരെ ശ്രദ്ധിക്കണില്ല, ക്ലാസ് ശ്രദ്ധക്കുറവാണ്. നമ്മൾ നേരത്തെ കേട്ടത് ലേണിംഗ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് സാർ പറഞ്ഞത്. അതിലെ കുട്ടികൾക്കാണ് ഇഷ്യൂ ഉണ്ടാവുക എന്ന് വിചാരിക്കേണ്ട. ചില കുട്ടികളുടെ അറ്റൻഷന്, അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല, അറ്റൻഷൻ ഉണ്ടാവില്ല. അടങ്ങിയിരിക്കാത്ത കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടെന്ന് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അടങ്ങിയിരിക്കുന്ന പോയാൽ ഇങ്ങനെ ഇരിക്കുന്ന മക്കളുണ്ടാവും, ചോദിച്ചാൽ ഒന്നും വേണ്ടൂല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന എന്താ പ്രശ്നം? ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് യാതൊരു ശല്യമില്ലാത്തത് കൊണ്ട് അവനെ കുറിച്ച് പരാതികൾ ഉണ്ടാവില്ല. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവന് ഒരു പ്രശ്നമില്ല, നല്ല കുട്ടിയാണെന്ന് പറയും. ടീച്ചറിന് നല്ല കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്ന കുട്ടിയാണ്. നമ്മളെ നല്ല കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. റൈറ്റ് അല്ലേ? അപ്പൊ ടീച്ചർ ഇഷ്യൂ ടീച്ചർ കാണൂല, ടീച്ചറെ കുറ്റം പറയില്ല, ടീച്ചർ ആ കുട്ടിയുടെ നന്മയെ കാണുള്ളൂ. നേരെ മറിച്ച് അടങ്ങിയിരിക്കാത്തൊരു ഒരു പൊട്ടിത്തെറിഞ്ഞ പ്രകൃതമാണെങ്കിൽ നമ്മൾ ടീച്ചർ എന്ന് പറയും അവൻ അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ ശ്രദ്ധിക്കില്ല, അടങ്ങിയിരിക്കില്ല, മറ്റാളെ കുറിച്ച് ശ്രദ്ധിക്കില്ല എന്ന് പറയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക,
ശ്രദ്ധക്കുറവ് എന്ന് പറയുന്ന കണ്ടീഷനിൽ കുട്ടി അടങ്ങിയിരിക്കുന്ന കുട്ടികൾക്കും ഒരു സംഭവത്തിൽ കുറെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ട്. വേറെ കാര്യം കൂടി പറയാൻ, ചില കുട്ടികൾക്ക് കളർ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ചില കളറിൽ എഴുതിയ കുട്ടിക്ക് മനസ്സിലാവാത്ത കുട്ടികളുണ്ട്. അപ്പം ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില കളറുകൾ കുട്ടിക്ക് കളർ ബ്ലൈൻഡ്നെസ്സിലെ കുട്ടികളുണ്ടാവും. അപ്പൊ റീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ പറയുന്നേ? അല്ലെ, ഓഡിറ്ററി ഇഷ്യൂസിലെ കുട്ടികളുണ്ട്. ആ ഓഡിറ്ററി ഇഷ്യൂസിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ക്ലിയർ. വിഷൻ ഇഷ്യൂസിലെ കുട്ടികളുണ്ട്, കാഴ്ചക്കുറവ്. കുട്ടിക്ക് പറയാൻ മടിയായിരിക്കും, ബോർഡിലേക്ക് കാണുന്നുണ്ടാവില്ല, ചെറിയ മക്കളല്ലേ. അപ്പോൾ ഏത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആദ്യം ബയോളജിക്കൽ ഇഷ്യൂ ആണ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ശാരീരികമായ ഇഷ്യൂസ് ഉണ്ടോ അതിനുള്ള. അത് കഴിഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ്സും വിഷൻ ഇഷ്യൂസും സെയിം അല്ലേ? കളർ ബ്ലൈൻഡ്നെസ്സും വിഷ്വൽ ഇഷ്യൂസോ? വിഷൻ നമുക്ക് ഞാൻ ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് കാഴ്ചക്കുറവുണ്ടെന്ന് വിചാരിക്കേ, ബോർഡിലേക്ക് കാണുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കുട്ടി പറയില്ല. അതാണ് ഞാൻ ലേണിംഗ് വിഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞത് കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ് അതുമായാലും അത് വരുന്ന ഒരു സാധനമാണത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന, നമ്മൾ ബയോളജിക്കൽ റൂട്ട് ഇഷ്യൂസ് റൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ അസസ്മെന്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അസസ്മെന്റ് പാർട്ടിലേക്ക് പോയി അസസ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് കോഴ്സ് എന്ന് പറയുന്നത് വീക്കിലി ഒരു ഓൺലൈൻ ക്ലാസ്സും മന്ത്ലി ഒരു ഓഫ്ലൈൻ ക്ലാസ്സും ബാക്കിയുള്ള കോഴ്സുകൾ പോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് അസസ്മെന്റ് നമ്മൾ പഠിച്ചു. അസസ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ആദ്യം കുട്ടിയെ കൺസേൺ ചെയ്യുമ്പോൾ പാരൻസിന് ഈ പറയുന്ന രൂപത്തിൽ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് ഇഷ്യൂ, എങ്ങനെയാണ് ഇഷ്യൂസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം ചില പാരൻസിനോട് നമ്മളതിന് ചോദിക്കാറുണ്ട്, സാറും വായിക്കാനിട്ടാവും പഠിക്കാനിട്ടാന്ന് പറയും. നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് തമിഴ് അറിയില്ല, ഞാൻ നിങ്ങളോട് പറയാണ് വായിക്ക് ആ തമിഴൊന്ന് വായിക്കേ, നിങ്ങളോട് പറഞ്ഞേ ഒന്ന് ശ്രദ്ധിക്കേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി. എന്താ ക്ലിയർ ആകത്ത്? എനിക്ക് അറിയില്ലല്ലോ. അതെ, സെയിം ഇഷ്യൂ ആണ് ആർക്കും വരുന്നത്. കുട്ടിക്കും വരുന്നത് സെയിം ഇഷ്യൂ ആണ്. കുട്ടിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാരും മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. See how we are connecting that. Do you get me? ക്ലിയർ ആണോ? സാധാരണ എന്റെ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ പോവല്ലേ, ഇനി ഇച്ചിരി ഫാസ്റ്റ് ആണ്, എനിക്കറിയാം. ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പാരന്റ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇഫ് യു ആർ എ ടീച്ചർ, ഒരിക്കലും കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പാരന്റ്സിനെ വിളിച്ച് പറയരുത്. അതിനൊക്കെ രീതികളുണ്ട്, ടീച്ചറിനെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. നിങ്ങൾ രക്ഷിതാവാണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവന് ഞാൻ അസസ്മെന്റ് നടത്തി, ഞാൻ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അറിയാം എങ്ങനെ അസസ്മെന്റ് നടത്താമെന്നുള്ളത്. ഞാൻ നടത്തി നോക്കി, ഇന്ന ഏരിയയിലാണ് അവനക്ക് പ്രശ്നമുള്ളത്. അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവന് ചെറിയ പ്രയാസം പറയുമ്പോൾ ടീച്ചർ പബ്ലിക്കായിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യരുത്. പിന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം അവന് പറയാൻ കഴിയും എഴുതി പ്രയാസം ഉണ്ടായിരിക്കും. ഇപ്പം ഡിസ്ഗ്രാഫിയുള്ള കുട്ടിക്ക് ബോർഡിൽ എഴുതി പകർത്തി എഴുതാൻ പ്രയാസം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഡിസ്ലെക്സിയുള്ള കുട്ടിക്ക് ബോർഡിൽ എഴുതി പകർത്തി എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉത്തരങ്ങളൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ ഓരോ കുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പാരൻസിനെ എന്ത് കൊടുത്തു? അവെയർ ആക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, എന്നാൽ നമ്മൾ മാനേജ്മെന്റ് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് നമ്മൾ എടുത്തു. അവൻ്റെ ഒരു 3-4 പാർട്ടാണ് ഒരു കുട്ടിക്കുള്ളത് അല്ലേ? ഒന്ന് ഫാമിലി പാർട്ട്, 2 ഫ്രണ്ട്സിന്റെ പാർട്ട്, 3 അവൻ ഡെവലപ്പ് ചെയ്യുന്ന എൻവയോൺമെന്റ്. ഇങ്ങനെ 2-3 പാർട്ടുകൾ നമ്മൾ എടുത്തു. നമ്മൾ കഥകൾ പറയുന്ന സമയത്ത് ആളുകൾ പറയും, തോമസ് ആൽവ എഡിസന്റെ കഥ പറയും. 5ാം ക്ലാസ്സിലെത്തി 5 വാക്ക് പോലും സ്വന്തമായിട്ട് എഴുതാൻ അറിയാം, ഇംപ്രവൈസ് ചെയ്ത് പറയുന്നതാണ്. എഴുതാൻ അറിയില്ല, സ്കൂളിൽ ടീച്ചർ കത്ത് കൊടുത്തു, ദിസ് ചൈൽഡ് ഇസ് നോട്ട് ഫോർ ഓക്കെ ഫോർ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞു, ഇഫ് ദ ചൈൽഡ് ഈസ് നോട്ട് ഓക്കെ ഫോർ യു ബട്ട് ഹി ഈസ് ഓക്കെ ഫോർ മീ എന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയും ആ ഐൻസ്റ്റീന് റെമഡികൾ കൊടുക്കുകയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയൊരു സിലബസിന് ഐൻസ്റ്റീൻ കൊടുത്ത് നമ്മൾ അഭിമാനത്തോടു കൂടി കഥകൾ ഘോരഘോരമായി പ്രസംഗിക്കാറുണ്ട്. Am I right? അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ആ കുട്ടിയെ ഉയർത്താൻ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, എത്ര സമയം എത്ര കാലം എടുക്കും? ഒരു ദിവസം കൺസൾട്ട് ചെയ്താൽ അത് മാറുമോ? എത്ര കൺസൾട്ടേഷൻ എടുക്കണം? ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഇരുത്തി പഠിപ്പിച്ച് എത്ര മണിക്കൂർ റെമഡി കൊടുക്കണം?
എത്ര മണിക്കൂർ കൊടുക്കരുത്, എന്തെല്ലാം കാര്യങ്ങളാണ് ടിപ്സുകളായിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത്, കോൺസെൻട്രേഷൻ കൂടാനുള്ള ഗെയിംസുകൾ എന്തെല്ലാം നമുക്ക് കൊടുക്കാം, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആയുള്ള ഗെയിംസ് എന്ത് കൊടുക്കാം, ക്ലേ കൊണ്ട് എന്ത് തെറാപ്പി കൊടുത്താലാണ് അവൻ്റെ കൈകൾ ശരിയായിട്ട് വരിക, പിന്നെ റെമഡീസിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് റീഡിങ്ങും റൈറ്റിങ്ങും അരിത്തമെറ്റിക്കിനും എന്തെല്ലാം ടെക്നിക്സ് യൂസ് ചെയ്യാം. ഇതെല്ലാം മിനിമം ലെവലെങ്കിലുള്ള നോളജ് ആർക്ക് വേണം? ടീച്ചേഴ്സ് എല്ലാവർക്കും വേണം. ഞാൻ ഒരാൾക്ക് മാത്രമല്ല പറയാം, എല്ലാവർക്കും വേണം. ഇവരെ കൗൺസിലിംഗ് ചെയ്യാനുള്ള ബേസിക് നോളജ് കൂടി റെമഡിയിൽ മാത്രം അറിഞ്ഞാൽ പോരാ. ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോയി എന്ന് വിചാരിക്കും. ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോയി, നിങ്ങൾ ഡോക്ടറെ നിങ്ങൾക്ക് മരുന്ന് നോക്കാം, നിങ്ങൾ നോക്കി, എന്താ പേര്, ഷമീറ, ഓക്കെ, എന്താ അസുഖം, അതെ പനി, ഓക്കെ, രണ്ട് മെഡിസിൻ നിങ്ങളെ വിട്ടു, സാറ്റിസ്ഫൈഡ് ആയി കുറച്ചേ. നേരെ അപ്പുറത്ത് നിങ്ങൾ ലിമീസ് ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ എന്ന് ചോദിച്ചു, എന്താ പേര്, എന്താ ചെയ്യുന്നത്, എന്തുണ്ട് വേറെ കാര്യങ്ങൾ എന്നൊക്കെ 3-4 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ നിങ്ങൾ അറ്റാച്ച്മെന്റ് ഫോം ചെയ്തു. ഐ ആം റൈറ്റ്? ഒരു സെക്കൻഡ്. Okay, hello? Are you audible? Yes, sir. Okay. പോയിരുന്നോ? ഓഡിയോ പോയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തായിരുന്നു. ഓക്കെ, എനിവേ, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മളുടെ ലേണിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത് ചെറിയൊരു ഇഷ്യൂ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. ആ ഒരു ഡിസബിലിറ്റി ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം നശിപ്പിക്കും, ആ കുട്ടിയുടെ കോൺഫിഡൻസ് നശിപ്പിക്കും. പിന്നെ ആ കുട്ടി കോൺഫിഡൻസ്, ഇതിലൊരു 10% 20% ആളുകൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നന്നായി അടിപൊളിയായിട്ട് പോകും. ചില ആളുകൾ ഒരു 50% കുട്ടികളും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ പല നെഗറ്റീവ് ട്രാക്കുകളിലേക്കും പോകാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. സോ ആസ് എ പേഴ്സൺ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് സമൂഹവുമായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷന്റെ കീഴിൽ പറമ്പിൽ പീടികയിൽ ഏകദേശം 1000-ഓളം വരുന്ന കുട്ടികളും രക്ഷിതാക്കളും അടക്കുന്ന ടീമിന് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തു. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചേളാരിയിൽ പ്രോഗ്രാം വെച്ചു. ആ ചേളാരിയിലെ സ്കൂളിലെ കുട്ടികൾക്ക് ലേണിംഗ് ഇഷ്യൂസ് മാനേജ്മെന്റ് ആയിട്ടും ഒരു മെഗാ ക്യാമ്പ് 500-ലധികം വരുന്ന രക്ഷിതാക്കൾക്കും 1-to-1 ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടികൾക്കും ക്യാമ്പ് കൊടുത്തു. ലേണിംഗ് ഇഷ്യൂ മാനേജ് കംപ്ലീറ്റ് സൗജന്യമായി കൊടുത്ത സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇച്ചിരി കൂടി അങ്ങോട്ട് എടപ്പാള് ഭാഗത്തേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു സ്കൂളിലെ രക്ഷിതാക്കളും കുട്ടികൾക്കും നമ്മുടെ അക്കാദമിയിലെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികളെല്ലാവരും കൂടി ചെന്ന് കൗൺസിലിംഗ് ക്യാമ്പുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ അക്കാദമിയിൽ ഫ്രീ കൗൺസിലിംഗ് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, ലേണിംഗ് ഇഷ്യൂ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള. ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറിച്ച്മെന്റ്, നമ്മുടെ സൊസൈറ്റിയുടെ എൻറിച്ച്മെന്റ്, നമ്മുടെ കുട്ടികളുടെ ഇഷ്യൂസ് മാനേജ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗം. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് പറഞ്ഞ് നമുക്ക് 1-2 സംശയം പറഞ്ഞ് നമുക്ക് അതിൻ്റെ ലേണിംഗ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇപ്പൊ നമ്മുടെ ഒരു കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സിന്റെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം. യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് 5ാമത്തെ റെമഡിയൽ ബാച്ചാണ്. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് PG ഡിപ്ലോമയും ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്ക് ഡിപ്ലോമയും ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോഴ്സിൻ്റെ സ്കോപ്പുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഇഫ് യു കുഡ് ബ്രാൻഡ് യുവർ സെൽഫ്, ദാറ്റ് ഇസ് ദ സ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഇസ് ദ സ്കോപ്പ്, ദാറ്റ് ഇസ് ഫസ്റ്റ് സ്കോപ്പ്. ഞാനൊരു BEd അധ്യാപകനാണ്, BEd കോളേജ് അധ്യാപകനാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ എത്രത്തോളം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ ബ്രാൻഡിങ് ആണ്, എൻ്റെ സ്കോപ്പാണ്. ഓക്കെ, ഞാനൊരു BEd അധ്യാപകൻ എന്ന രൂപത്തിൽ ഞാൻ എത്രത്തോളം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അത് എൻ്റെ ഒരു സ്കോപ്പാണ്. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ സ്കോപ്പ് ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റിയിൽ ഏതെല്ലാം ഏരിയയിൽ അപ്ലൈ ചെയ്യാം? സെൽഫ്, നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യാം, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാം, നമ്മുടെ സ്കൂളുകളിൽ മുഴുവൻ അപ്ലൈ ചെയ്യാം. ഇപ്പം വയനാട് ഇപ്പം നമ്മുടെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികളെ സനയും അതേപോലെ ഷബിനൊക്കെ പിന്നെ വയനാട്ടിൽ സ്കൂളുകളിൽ ചെന്നിട്ട് ഗൈഡൻസ് പ്രോഗ്രാം ഒരു ഇന്റേൺഷിപ്പ് പറഞ്ഞപ്പോഴേക്കും അവിടെ കുട്ടികൾക്ക് ലേണിംഗ് ഇഷ്യൂസിലെ കുട്ടികൾ കൗൺസിലിംഗ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം നമ്മളുടെ പിന്നെ പല കുട്ടികളും ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്കും അവിടെ സ്കൂളിൽ നിന്ന് റെഫർ ചെയ്യുന്നു കേസുകൾ. അപ്പോൾ നമ്മളൊരു ഫ്രീലാൻസ് ആയിട്ട് സെൽഫായിട്ട് ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്യുമെൻ എന്ന് പറയുന്ന ഒരു ടീം തന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ കീഴിൽ ഒരുപാട് ലേണിംഗ് ഇഷ്യൂ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എബ്രോഡ് ബേസ് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ബേസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്കോപ്പിൻ്റെ ഒരു പാറ്റേൺ കുട്ടികൾ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമുള്ള കുട്ടികളുടെ അവർ ആ ബേസിക് ഇപ്പം 4, 5 മാർക്കിലൊക്കെ എത്തിയ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ആ 1, 2 കൊറോണയിൽ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ഇഷ്യൂസ് ഒരുപാടുണ്ട് നാട്ടിൽ. സോ നമ്മൾ പ്രോപ്പർ ഇൻ്റർവെൻഷൻ കൊടുക്കാൻ നമ്മൾ യോഗ്യരാവുക, പ്രൊഫഷണൽ നോളജ് ഉണ്ടാവുക എന്നുള്ള ഫസ്റ്റ് ടാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വർക്ക്. രണ്ടാമതൊരു കാര്യം, നമ്മൾ നോളജബിൾ ആയി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ കുറേയൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഏണിങ്സ് ആയിട്ട് ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്, കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആവും. ഒരു ദിവസം ഒരു 5 കുട്ടികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശരാശരി 2500 രൂപ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മാസം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 60,000 to 70,000 ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ അതിനുള്ള എഫേർട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ റിസൾട്ടിലേക്ക് എത്തുക. എന്തുകൊണ്ട്? നിങ്ങൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകൾക്കും ആ ഒരു ലെവലിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കൂലേ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. നിങ്ങൾ ഒരാളെ മുമ്പിലേക്ക്, എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ചോട് നോക്കുന്നതാണ്, എല്ലാവരും എല്ലാ ഫാമിലിയിലും പുറമെ ജോബിന് പോകാൻ സിറ്റുവേഷൻ കിട്ടണമെന്നില്ല, പഠിക്കാൻ റെഗുലറായിട്ട് പോയി പഠിക്കാനുള്ള സംവിധാനങ്ങൾ കഴിയണമെന്നില്ല. നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ യൂണിവേഴ്സൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീം തന്നെ, രീതി തന്നെ, വീക്കിലി വൺസ് നൈറ്റിൽ 7:30 to 9 o'clock ഓൺലൈൻ ക്ലാസ്, ആ ഒരു ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ മന്ത്ലി നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അക്കാദമി കൊണ്ടുപോയി എത്താൻ പറ്റുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി. അവിടെ വലിയ എന്താ പറയുക, നേരിട്ട് ഡയറക്റ്റ് വരുമ്പം അതിൻ്റെ ഒരു എക്സ്പോഷർ വേറെ തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് നമ്മുടെ കോഴ്സുകൾ. നിങ്ങൾ ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോഴും നിങ്ങളുടെ നോളജ് എൻട്രി ചെയ്യാനും നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാനും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതോട് കൂടിയിട്ട് സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ചെയ്യാനും കൂടി സാധിക്കുമെന്നുള്ള വലിയൊരു സന്തോഷം. നമ്മൾ പറയല്ലേ, നിന്റെ യൗവനം നീ എന്തിനു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടി നമ്മൾ മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ഈ വിവരവും വിജ്ഞാനവും നോളജും ബുദ്ധിയും കണ്ണും ചെവിയും ഒക്കെ ദൈവം തന്നത് നമ്മൾ വേറുള്ള ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾക്ക് ആശ്വാസമാകാനും നമ്മുടെ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് എല്ലാ മേഖലയിലും സാധ്യതയുള്ള വലിയൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിക്കണം. യൂണിവേഴ്സൽ അക്കാദമി അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ബേസ് ചെയ്ത് ലേണിംഗ് ഇഷ്യൂ മാനേജ്മെന്റും കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ശരിക്കും കൂടി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കൂടി ഉയർത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്, വൈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി? പല കാരണം കൊണ്ടാവാം. ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണ്, നമുക്കത് മനസ്സിലാക്കി. രണ്ടാമത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റൽ ഇൻവോൾവ്മെന്റ് കൊടുത്തിട്ടുള്ള മാനേജ്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കി പാരന്റ്സ് ഇൻവോൾവ്മെന്റ് നിർബന്ധമാണ്. മൂന്നാമത്തെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സെൻസറി അപ്രോച്ച് ആണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ മാനേജ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു. ഈ നാലാമത്തെ സ്കോപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രൊഫഷണലായി മാറാനും നമ്മൾ സെൽഫ് കരിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ജോബ് നമ്മളെ വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഓൺലൈനായി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രൂപത്തിലും നമുക്ക് എവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, നാട്ടിൽ കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം അനന്തമാണ്. ഇപ്പൊ എല്ലാ സ്കൂളിലും ഒരു റെമഡി ട്രെയിനറിന്റെ ആവശ്യകതയുള്ള രീതിയിലാക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും സ്കോപ്പുള്ള സാധ്യതകളുള്ള 100% ജോബ് പ്ലേസ്മെന്റ് ഉള്ള ഒരു കോഴ്സ്. അപ്പൊ എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു മാറ്റർ, വൈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള സമയമാണ്. Then we will wind up the session. Yeah. ഹലോ സർ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനല്ലേ ഒരു ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ? Correct. അവരെ അത് പക്ഷെ ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സർ ഇവിടെ പറഞ്ഞു നമുക്ക് എന്താ പറയാ ഒരു റെമഡിയൽ ട്രെയിനർ ആയിട്ട്, Yeah. അല്ലാതെ അസസ് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അസസ് ചെയ്തിട്ട് ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞു ജയമൽ ടീച്ചർ ചോദിച്ചോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. ഇത് എന്താ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കുട്ടിക്കല്ലേ നമുക്ക് റെമഡികൾ കൊടുക്കാൻ പറ്റുള്ളൂ? ഓക്കെ, ജയമൽ ടീച്ചർ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾക്കല്ലേ റെമഡി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജമീല മാം ചോദിച്ചത്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തി സർട്ടിഫിക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതേപോലെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ റീഹാബിലിറ്റി തെറാപ്പിസ്റ്റ് തുടങ്ങിയ ആളുകൾക്കാണ് LD അസസ്മെന്റ് നടത്താനും അതിന് സർട്ടിഫൈ ചെയ്യാനുള്ള യോഗ്യത ഉള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LD അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കുട്ടികളും LD അല്ല, ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ലേണിംഗ് ഇഷ്യൂസ് ആണ്. ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലേണിംഗ് റെമഡിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ലേണിംഗ് ഇഷ്യൂസിനെ നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ 5ാം ക്ലാസ്സിന് ലെവലിൽ കുട്ടിക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമുക്ക് 5ാം ക്ലാസ്, അപ്പോൾ ആ കുട്ടിക്ക് ലെവലിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കുട്ടി 2ാം ക്ലാസ്സിന് ലെവലേ കുട്ടിക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ റെമഡി കൊടുത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നിക്കും സ്കില്ലും നമുക്ക് ഈ കോഴ്സിലൂടെ അവൈലബിൾ ആവും. നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് നിങ്ങൾ പറയാൻ പാടില്ല, റീഹാബിലിറ്റി സൈക്കോളജിസ്റ്റാണ് നിങ്ങൾ പറയാൻ പാടില്ല, ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നിങ്ങൾ ചെയ്യുമെന്നും പറയാൻ പാടില്ല. ക്ലിയർ? എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തി സർട്ടിഫൈ ചെയ്യുന്നു നിങ്ങൾ പറയരുത്. ലേണിംഗ് ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം, ലേണിംഗ് ഇഷ്യൂസിന്റെ മാനേജ്മെന്റ് ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാം, ലേണിംഗ് ഡിസബിലിറ്റി ആണോ നിങ്ങൾക്ക് നോക്കാം, അതിന് സംശയമൊന്നുമില്ല. ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ DTL ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ സർട്ടിഫൈ ചെയ്യാൻ നിങ്ങൾ യോഗ്യരല്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ സാറേ ഇങ്ങനെ ഈ പ്രശ്നമുള്ള കുട്ടികളുണ്ടല്ലോ ക്ലാസ്സിൽ, ഈ പറഞ്ഞ പോലെ 2-3 കുട്ടികൾ ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഒരു സെക്കൻഡ്, ആരാ ചോദിക്കുന്നേ? സൗദ. സൗദ പറയൂ. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ചില പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടാവും. പാരന്റ്സ് നമ്മളടുത്ത് വന്നിട്ട് പറയുന്ന റെമഡിയൽ ക്ലാസ് വെക്കണം എന്നുള്ളതാണ്. പക്ഷെ റെമഡിയൽ ക്ലാസ് വെച്ചിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ IQ എന്താണ് നമ്മൾക്ക് പറയേണ്ടത്? IQ ടെസ്റ്റ് ചെയ്യാനാണോ പറയേണ്ടത്? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾ ആ കുട്ടിയിലെ ഒരു ടീച്ചർമാർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ റെമഡി കൊടുക്കുന്നു, പക്ഷെ ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഉടൻ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അയക്കുകയും ആ കുട്ടിയുടെ IQ ടെസ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യണം. കാരണം കുട്ടിയുടെ IQ ബിലോ 70 ആണെങ്കിൽ, ബിലോ 90 to 70 വന്നു കഴിഞ്ഞാൽ തന്നെ സ്ലോ ലേണർ ആണ് കുട്ടി. അപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ കൊടുക്കണം. ബിലോ 70 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇച്ചിരി ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്, ഇച്ചിരി കൂടി എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. അതിന് നമ്മൾ സാധാരണ വേ ഓഫ് ഇത് കഴിയില്ല. അപ്പൊ ആ കുട്ടി ക്യാച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ആ ഒരു കാര്യം ഇവരെന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ? ചിലപ്പോ ഇതിന് പാരന്റ്സ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാരന്റ്സിന് ഒരു IQ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ ചില ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, അങ്ങനല്ല ടീച്ചറെ, പ്രസന്റ് ചെയ്യുന്നതോട് നമ്മൾ ശ്രദ്ധിക്കണം. പാരന്റ്സിനോട് നമ്മൾ പറയാണ്, നമ്മളെ കുട്ടിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്കൂൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയുന്ന മിടുക്കനാവണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് അവന് ഉയരാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവനെ ഒന്ന് സഹായിക്കണം. അങ്ങനെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം നമ്മൾ അവന്റെ ഇപ്പോഴത്തെ ലെവൽ നോക്കുന്ന സമയത്ത് ഇത്രയാണ്. അപ്പൊ നിങ്ങൾ ഒരു DTLD അല്ലെങ്കിൽ ഇൻഹാൻസ് ബാറ്ററി ടെസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അവന്റെ പെർസെൻറ്റേജ് ലെവൽ ഓഫ് ഏത് ക്ലാസിന്റെ ലെവൽ അവൻ എത്തി എന്നുള്ളത്. അപ്പോൾ അവനോട് പറയും, നമ്മൾ അസസ്മെന്റ് പ്രകാരം ഈ ലെവലിലാണ് അവനെ കാണുന്നത്, അപ്പോൾ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആക്കാനുള്ള സെഷൻസ് നമുക്ക് കൊടുക്കാം.
അത് പറ്റുന്നില്ലെങ്കിൽ ആസ് പെർ ദ പ്രോട്ടോകോൾ നമുക്ക് ഒരു IQ കൂടി ടെസ്റ്റ് ചെയ്യാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ ലേണിംഗ് ഡിസബിലിറ്റിന്റെ പ്രശ്നമുള്ളത്, പിന്നെ ആ കുട്ടിക്ക് പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നം ആയതുകൊണ്ട് നിങ്ങളൊരു കൗൺസിലിങ്ങോ കൺസൾട്ടിങ്ങോ സൈക്കാട്രി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിനെ കാണിച്ചോളി എന്നാണ്. അത് ഭയങ്കര സീനാണ്. ആ പ്രസന്റേഷൻ ഭയങ്കര ഘടകമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അതിനായിട്ട് ആദ്യം ബേസിക് ആയിട്ട് അത് കുറച്ച് അറിയണല്ലോ. പറഞ്ഞുകൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ട്, നമ്മുടെ അസസ്മെന്റില് പഠിക്കാൻ ഇങ്ങനെ ഉണ്ട്. യൂണിവേഴ്സൽ അക്കാദമിന്റെ അടുത്ത് കോഴ്സ് ഉണ്ട്, പഠിച്ചോളി എന്നാണ് പറഞ്ഞത്. അല്ലല്ല, ശരി. നമ്മുടെ കോഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണല്ലോ. ക്ലിയർ? നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ചോദിക്കുക, ജമീല ടീച്ചർ ചോദിച്ച പോലെ എന്തെങ്കിലും ചോദിക്കുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഞാൻ 7 മുതൽ 8 വരെ ഓൾറെഡി SRCന്റെ CMLD കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതാരാണ്? ഞാൻ ജമീല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. SRCന്റെ CMLD കോഴ്സ് ചെയ്യുന്നുണ്ട്. 6 മാസത്തെ കോഴ്സ്, വെരി ഗുഡ്. അതെ. അപ്പോ പിന്നെ കുട്ടികൾ നമ്മൾ ഇതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോയി പിന്നെ കുട്ടികളെ അസസ് ചെയ്യെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികളെയാണ് നമ്മള് പിന്നെ അസസ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികളെ നോർമൽ ബാക്കിയുള്ള കുട്ടികളെ എടുത്താൽ മതിയായിരുന്നു. സ്ലോ ലേണേഴ്സിനെയാണ് നമ്മള് ചെക്ക് ലിസ്റ്റ് വെച്ച് ക്ലാസ്സിൽ നിന്ന് ഒരു 5-6 സ്ലോ ലേണേഴ്സിന് വെച്ച് അസസ് ചെയ്ത്. പക്ഷെ അതിൽ തന്നെ കുറെ നമുക്ക് എന്താ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ പക്ക LD ആണ്. പക്ഷെ പക്ക LD അല്ല, ID ഉണ്ട്, ADHD ഉണ്ട്, ADD ഉണ്ട്, എല്ലാം ഉണ്ട് കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ പക്ക LDനെ നമുക്ക് അത് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്ത് കുട്ടികളെ തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കോഴ്സിൽ അങ്ങനെയല്ല വരുന്നത്. നമ്മുടെ കോഴ്സിൽ നമുക്ക് 5 കുട്ടികൾക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് 5 പേരെ നമ്മൾ അസസ്മെന്റ് വഴി 5 പേരെ കണ്ടെത്തുകയും ആ 5 പേർക്ക് IEP ഇൻഡിവിജ്വലൈസ്ഡ് ലെസൺ പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയും അപ്പോൾ കേസ് ടേക്കിംഗ് എടുക്കാനുള്ള ഒരു ഏരിയ, കേസ് ടേക്കിംഗ് എടുക്കാനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, കേസ് അസസ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിന്റെ മാനേജ്മെന്റ് IEPന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇങ്ങനെ 3 ഫോർമാറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പഠിക്കുക. കാരണം ഓരോ കുട്ടികളും ഇൻഡിവിജ്വലൈസ്ഡ് ലെസൺ പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് അതെങ്ങനെ മാനേജ്മെന്റ് എന്നുള്ള രൂപത്തിലാണ് പോകുക. കാരണം പ്യുവർ LD ആണ്, 100% LD ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇന്റർവെൻഷൻസിൽ മാറ്റങ്ങൾ അയാൾക്ക് കൊണ്ടുവരാൻ അറിയാലോ. മാനേജ്മെന്റ് ഇറ്റ് ഈസ് ഓൺലി മാനേജബിൾ, നോട്ട് ക്യൂറബിൾ. നേരെ മറിച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിയിൽ ഈ ഇന്റർവെൻഷൻ വരുന്ന സമയത്ത് ഭയങ്കര ചേഞ്ച് വരുന്നുണ്ട് ആ കുട്ടിയിൽ. കാരണം പാരന്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നു, ഒരു ഇന്റർവെൻഷൻ വരെ വന്നു, കുട്ടിക്ക് 1-to-1 അറ്റൻഷൻ കിട്ടുന്നു, കുട്ടിയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ. ഇപ്പൊ നമ്മുടെ എല്ലാ ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ റെമഡിയൽ സെന്റേഴ്സിലും ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ്, അടിപൊളി മാറ്റം വന്നു എന്ന് പറയുന്നതൊക്കെ പ്യുവർ LDക്കല്ല, ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കാണ്. പ്യുവർ LD എന്ന് പറയുമ്പം നല്ല സമയമെടുക്കും. ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിന്റെ ഒരു 87 days എങ്കിലും അതിന് ടൈം എടുക്കും. അപ്പൊ നമ്മൾ ഒരു ഇന്റർവെൻഷൻ നടത്തി സ്കൂളിൽ ഒരു 15 ദിവസം 20 ദിവസം പോയി, പിന്നെ മാം പറഞ്ഞ പോലെ ആ ഒരു IEP ആണ് നമ്മുടെ അടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മുടെ ഇന്റർവെൻഷന്റെ റിസൾട്ടിന് നമുക്ക് അവിടെ നിൽക്കാനും കഴിയില്ല, അവിടുന്ന് അത്രയും ഇൻവോൾവ്മെന്റ് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മളൊരു ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടീനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങൾ അവിടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് തിരിച്ച് 1 month ആകുമ്പോഴേക്കും ആ കുട്ടീനെ ഗ്രാഫ് നമ്മളെ മറ്റേ ലാഡ് പറയുന്ന പോലെ ആക്ച്വൽ ലെവലിൽ നിന്ന് പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം പറയാം ജനറൽ ടീച്ചർ വന്ന വെച്ചിട്ട് കുട്ടിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയും. അതാണ് ഇപ്പൊ സാധാരണ ഞാൻ വളരെ ഓപ്പൺ ആയി പറയുന്നത്, പല പ്രൈവറ്റ് സെന്റേഴ്സിലും പല പ്രൈവറ്റ് റെമഡിയൽ സെന്റേഴ്സിലും ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് 100% ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേഗം അവർ റെഫർ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ CRMLDയോ അങ്ങനെയുള്ള ഗവൺമെന്റ് സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഈ കുട്ടിയെ ഒരു യാഥാർത്ഥ്യം, ഈ കുട്ടിക്ക് 6 month എങ്കിലും കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, മാറ്റം കുറച്ച് വരാൻ. അപ്പൊ രക്ഷിതാക്കൾ പറയും അവിടെ ഇപ്പൊ ഞാൻ 1 മാസം പോയി, അവിടെ ഒരു വ്യത്യാസം ഇല്ല. നേരെ മറിച്ച് ലേണിംഗ് ഇഷ്യൂസിലെ കുട്ടിയാണ്, 1 മാസം കൊണ്ട് ആ കുട്ടിക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ലേണിംഗ് ഇഷ്യൂസിലെ കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെയൊക്കെ. ഓക്കെ, എനിത്തിങ് എൽസ്, എനി ഡൗട്ട്സ്? പിന്നെ നമ്മളെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എപ്പോഴും 1 year ആണ് കേട്ടോ. കാരണം ഈ ഒരു 10 month ഒരു അക്കാദമിക് ഇയറിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും നമ്മുടെ കോഴ്സിന്. അത് നമ്മളുടെ ഒരു കോഴ്സ് ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ടൈം എപ്പോഴാണ് തുടങ്ങുന്നത്, പിന്നെ അതിന്റെ എക്സാം കോഴ്സ് ഫീ ഒക്കെ എങ്ങനെയാ? കോഴ്സ് ഫീസ് ഡിപ്ലോമക്ക് 15,650,
PG ഡിപ്ലോമ, ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ PG ഡിപ്ലോമ ചെയ്യാൻ കഴിയുള്ളൂ. PG ഡിപ്ലോമക്ക് 24,650 അങ്ങനെയാണ് എൻ്റെ സ്കെഡ്യൂൾ വരിക. പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് എല്ലാ വീക്കിലി വൺസ്, അതായത് ഫ്രൈഡേ ഒരു സാറ്റർഡേ ആയിരിക്കും. ഈ ബാച്ച് സാറ്റർഡേ, കാരണം ഇതിന് മുമ്പത്തെ ബാച്ച് ഫ്രൈഡേ ഉള്ളതുകൊണ്ട് ന്യൂ ബാച്ച് സാറ്റർഡേ ആയിരിക്കും ഉണ്ടാവുക. 7:30 9 o'clock ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ മന്ത്ലി, ഞാൻ പറഞ്ഞല്ലോ, മന്ത്ലി ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സ്കെഡ്യൂൾ മുൻകൂട്ടി തരും. ആ സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മന്ത്ലി വൺസ്. പിന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റാ? നമ്മൾ BSSന്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് 1952. BSS ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ അറ്റസ്റ്റേഷൻ അത് 1952 മുതലുള്ളത് കൊണ്ട് അറ്റസ്റ്റേഷൻ ഇഷ്യൂസ് വരുന്നില്ല. അതേപോലെ നമ്മൾ എവിടെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിന് എംപ്ലോയ്മെന്റ് ഓഫീസർ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ അതിന് ഇഷ്യൂസ് വരുന്നില്ല. വേഗം അവർക്ക് കണ്ട സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം BSSഉം NSAMഉം ഒരേപോലെ ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു അപ്രൂവൽ അതിന് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. ഒരു ഡൗട്ടും കൂടിയുണ്ട് സർ. ഓക്കെ, പിന്നെ ഇത് ഓൺലൈൻ മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട്? കംപ്ലീറ്റ്ലി അബ്രോഡുള്ള ആളുകൾക്കും വരാൻ കഴിയാത്ത ആളുകൾക്കും കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുക. അബ്രോഡ് ആണ്. ഞാൻ ആദ്യം പണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു ഷാഫി സാറിന്റെ ഫസ്റ്റിലെയാണ്. അബ്രോഡിൽ എവിടെയാ? അബുദാബി. അബുദാബി, ഓക്കെ. ആദ്യം ചെയ്ത ഗൾഫ് ക്ലാസ്സിൽ ചെയ്തിരുന്നു. കുറച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ടൈമിംഗ് ഇഷ്യൂ ഉണ്ട്. വരുന്നുണ്ട് കേട്ടോ. സർ, വെട്ടിച്ചിറ ക്യാമ്പസ് ആണോ പറയുന്നത്? അല്ല, ഇത് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി അല്ലേ? ഓക്കെ. യൂണിവേഴ്സൽ അക്കാദമി കൊണ്ടോട്ടി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 12 നമ്മുടെ കോൺവൊക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇവിടെ ഒരു 100-300 ആളുകളൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം കൊണ്ടോട്ടി വെച്ചിട്ടുണ്ട് അടുത്ത സാറ്റർഡേ. അതിലേക്ക് നിങ്ങൾ വരൂ, ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞവർക്ക് എന്താ കോഴ്സ് ഉള്ളത്? നമുക്ക് അവിടെ PG ഡിപ്ലോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി, അതിന്റെ ഡിപ്ലോമയും, അതുപോലെ LDന്റെയും, അതേപോലെ LDന്റെ PG ഡിപ്ലോമയും, പിന്നെ നമുക്ക് ന്യൂട്രീഷൻ ബേസ് ചെയ്ത് 2 കോഴ്സുകൾ, അതിൽ PG ഡിപ്ലോമയും. അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആണെങ്കിൽ +2, എനി +2. PG ഡിപ്ലോമ ആണെങ്കിൽ ന്യൂട്രീഷൻ ആവുമ്പോൾ സയൻസ് ബേസ്ഡ് ആയോണ്ടേ? ഇല്ലില്ല, എനി +2 ഓർ എനി ഡിപ്ലോമ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇപ്പോൾ ഈ ജിം ട്രെയിനേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഡിപ്ലോമ ന്യൂട്രീഷൻ ബേസ് ചെയ്ത് അവർ ചോദിക്കാറുണ്ട്. അതേപോലെ ഡോക്ടേഴ്സ് ഒക്കെ ആണ് PG ഡിപ്ലോമകൾ അധികം ചെയ്യാറുള്ളത്. അങ്ങനെ പാറ്റേൺ ഉണ്ട്. പിന്നെ നമുക്ക് 1 month ട്രെയിനിങ് ഉണ്ട്, 1 month ട്രെയിനേഴ്സ് ട്രെയിനിങ്. കാരണം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങും ഈ പ്രസന്റേഷൻ സ്കില്ലുകളും ആളുകൾ ക്ലാസ് എടുക്കുന്നതും മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നതും തുടങ്ങിയിട്ടുള്ള പാറ്റേൺസ് പഠിപ്പിക്കുന്ന 1 month ട്രെയിനിങ് ഉണ്ട്. ഇതിനാകെ 4,400 രൂപയെ ആകെ ഫീസ് വരുന്നുള്ളൂ. അതും ഓൺലൈൻ ആയിട്ട് മാത്രം ചെയ്യാം. ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് കൊടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള പാറ്റേൺസിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷൻസിൽ പോകുന്ന. പിന്നെ CBTയുടെ വർക്ക്ഷോപ്പ് ഉണ്ടാവാറുണ്ട്, 3 day വർക്ക്ഷോപ്പ്. CBTയുടെ വർക്ക്ഷോപ്പ്, CBT കോഴ്സ് ഉണ്ടോ? CBT കോഴ്സ് 10 days കോഴ്സുകളുണ്ട്, 10 days ഉണ്ടാവുള്ളൂ. സർട്ടിഫൈഡ് കോഴ്സ് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾറെഡി സർട്ടിഫൈഡ് ആണ്. IAB അടക്കമുള്ള പിന്നെ അസോസിയേഷൻസ് ISS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക CBTക്ക്. അത് 10 days പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്, 4 days പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്, 7 days പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് CBT ഓറിയന്റഡ്. കാരണം CBT ഇപ്പം എല്ലാവരും സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പല ആളുകളും നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് പറയല് സൈക്കോളജി കഴിഞ്ഞു, പക്ഷെ CBT പഠിച്ചിട്ടുണ്ട്, പക്ഷെ CBT വർക്ക്ഷീറ്റ് കൊടുക്കാൻ അറിയില്ല. ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ സൈക്കോളജി PG ചെയ്തതാണ്, പക്ഷെ ഓൺലൈൻ ആയിട്ട് ഞാൻ CBT കോഴ്സ് 2 ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് CBT കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും സർട്ടിഫൈഡ് ആവണല്ലോ. ജമീല ടീച്ചറെ, CBT എന്ന് പറയുമ്പം നമുക്ക് വീണ്ടും വേറെ ഡിസ്കസ് ചെയ്യാം. CBT എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? നമ്മുടെ കൗൺസിലിംഗ് CBTയുടെ ഭാഗമാണോ? CBTയിൽ എന്തെല്ലാം വരുമ്പോഴാണ് CBTയുടെ ഉള്ളിൽ വരിക? CBT വർക്ക്ഷീറ്റ് എന്തൊക്കെയാണുള്ളത്? ഏതായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് ക്ലിയർ REBT ഉണ്ട്, CBT, REBT, DBT എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ
CBT ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ കൺസൾട്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം CBT ആയതുകൊണ്ട് CBT ആണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും അതിന്റെ CBT വർക്ക്ഷീറ്റുകൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, ഇപ്പം ഫോബിയ ആണെങ്കിൽ വർക്ക്ഷീറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആങ്സൈറ്റിക്ക് വർക്ക്ഷീറ്റുകൾ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തെറാപ്പികൾ അതേപോലെ ചെയ്യിപ്പിക്കും, പഠിപ്പിക്കും. അങ്ങനെയാണ് അതിന്റെ രീതി പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഗുഡ് നൈറ്റ്. ഹാജർക്ക് എന്താ പറയണ്ടല്ലോ? എനിത്തിങ് ടു കമന്റ്? ഒന്നുമില്ല, ഗുഡ് നൈറ്റ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓൺലൈന് ഖത്തറിലാണോ? ഖത്തറിലാണ്. ഞാൻ ഒരു കോഴ്സ് ഓൾറെഡി ഇപ്പൊ വാട്സപ്പിൽ സെയിം ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഓൺലൈൻ ആണ്. ഓക്കെ, ഫൈൻ. ഏതായാലും എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.